രുദ്രനന്ദനം സ്റ്റെതസ്കോപ്പിൽ കോർത്ത പ്രണയം. രചന നന്ദന ചെറുകാട്ട്. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. 5 വർഷങ്ങൾ ഒരു പുഴ ഒഴുകിത്തീരുന്ന വേഗത്തിൽ കാലം കടന്നുപോയിരിക്കുന്നു. നന്ദന തന്റെ സ്റ്റെതസ്കോപ്പ് മുറുക്കി പിടിച്ച് ആ വലിയ ഹോസ്പിറ്റലിലെ ചില്ലുവാതിൽ തള്ളി തുറന്നു. ഇന്ന് അവളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമാണ്. സിറ്റിയിലെ ഏറ്റവും പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജൂനിയർ ഡോക്ടറായിട്ട് ചാർജ് എടുക്കുന്ന ദിവസം. മെയിൻ ഹാളിലെ ബോർഡിൽ അവരുടെ കണ്ണുകളുടക്കി MD ആൻഡ് ചീഫ് സർജൻ ഡോക്ടർ രുദ്ര വേദാന്ത്. ആ പേര് കേട്ടതും നന്ദനിയുടെ ശ്വാസവും നിലച്ചു. ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ മുഴങ്ങി. അതയാളാണോ എൻ്റെ രുദ്ര സാർ? അവൾക്ക് വിശ്വസിക്കാനായില്ല. ആ പേര് അവളുടെ ആത്മാവിൽ കോറിയിട്ട മുറിവായിരുന്നു. തൻ്റെ ജീവിതം തകിടം മറിച്ച, തന്നെ തള്ളിയ, ആക്രോശിച്ച, എന്നാൽ താൻ ജീവനേക്കാൾ അധികം സ്നേഹിച്ച ആ നീലക്കണ്ണുകളുള്ള മനുഷ്യൻ. അവൾ പതുക്കെ MDയുടെ ക്യാബിന് മുന്നിലെത്തി. ഡോറിൽ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. വിറക്കുന്ന കൈകളോടെ അവൾ വാതിൽ തുറന്നു. അവളുടെ വിൻഡോയിലൂടെ പുറത്തെ നഗര കാഴ്ചകൾ നോക്കി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. നീളമുള്ള ശരീരം, വെളുത്ത കോട്ട്. അയാൾ പതുക്കെ തിരിഞ്ഞു. അതേ നീലക്കണ്ണുകൾ. നന്ദനയുടെ ലോകം നിശ്ചലമായി. ഭയം കൊണ്ടും വേദന കൊണ്ടും അവൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നി. പക്ഷേ കാലുകൾ തറഞ്ഞുപോയി. രുദ്രയുടെ കണ്ണുകളിൽ തണുത്ത ഒരു നോട്ടം മാത്രം. അയാൾ അവളെ തിരിച്ചറിഞ്ഞു. അതോ എല്ലാം മറന്നു? ഫ്ലാഷ് ബാക്ക്. ആ സ്വപ്നതുല്യമായ തുടക്കം. 5 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷം. നന്ദന കോളേജിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു. ബോൾഡായ, എപ്പോഴും ചിരിച്ചടക്കുന്ന നന്ദന. എന്നാൽ അവളുടെ ഉള്ളിലൊരു രഹസ്യമുണ്ടായിരുന്നു. തന്റെ കൗമാരം മുതൽ സ്വപ്നങ്ങളിൽ വരാറുള്ള ഒരു രൂപം, നീലക്കണ്ണുകളുള്ള, ഗാംഭീര്യമുള്ള ഒരു പുരുഷൻ. അന്ന് ക്ലാസ്സിലേക്ക് പുതിയ അനാട്ടമി പ്രൊഫസർ വരുമെന്ന് കേട്ടപ്പോൾ അവൾ കരുതിയില്ല തന്റെ സ്വപ്നം സത്യമാവുമെന്ന്. ക്ലാസ്സിലേക്ക് നടന്നു വന്ന രുദ്ര സാറിനെ കണ്ടതും നന്ദന തളർന്നുപോയി. വർഷങ്ങളോളം താൻ സ്വപ്നം കണ്ട അതേ നീലക്കണ്ണുകൾ. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ അയാളെ പ്രണയിച്ചു തുടങ്ങി. ഒരു വശത്തു കൂടി മാത്രമുള്ള വൺ സൈഡ് ലവ്. രുദ്രൻ സാർ കണിശക്കാരനായിരുന്നു. നന്ദനയുടെ കുസൃതികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്നും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് അവൾക്ക് ഗെറ്റ് ഔട്ട് ലഭിക്കുമായിരുന്നു. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് വരാന്തയിൽ നിൽക്കും. കാരണം അകലെ നിന്നാണെങ്കിലും ആ നീലക്കണ്ണുകൾ കാണാമല്ലോ. ഒരു ദിവസം കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് രുദ്രയുടെ ആന്റിയുടെ മകൾ അവിടെ എത്തി. അവൾ നന്ദനയുടെ മുന്നിൽ വെച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു, അതെ, രുദ്ര എന്റേതാ, നീ വെറുതെ മോഹിക്കേണ്ട. അതുവരെ ക്ഷമിച്ച നന്ദനയുടെ നിയന്ത്രണം വിട്ടു. തന്റെ പ്രണയത്തെ ചോദ്യം ചെയ്ത അവളെ നന്ദന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലി. നിർഭാഗ്യവശാൽ അത് കണ്ടുകൊണ്ട് രുദ്ര അവിടേക്ക് വന്നു. ദേഷ്യം കൊണ്ട് ജ്വലിച്ച രുദ്ര നന്ദനയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു നന്ദന ഒരു തല്ലുകൊള്ളുന്നത്. അവൾ കരഞ്ഞില്ല. പകരം വിറക്കുന്ന ചുണ്ടുകളോടെ ആ നീലക്കണ്ണുകളിലേക്ക് നോക്കി. രുദ്രയുടെ കണ്ണുകളിൽ വെറുപ്പായിരുന്നു. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോകരുതെന്ന് ആക്രോശിച്ചുകൊണ്ട് അയാൾ നടന്നുപോയി. ആ പ്രപ്പോസലും ലാബ് അപകടവും. വാലന്റൈൻസ് ദിനത്തിൽ സർവ്വധൈര്യവും സംഭരിച്ച് നന്ദന രുദ്രയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. കോളേജ് മുഴുവൻ നോക്കി നിൽക്കെ അവൾ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. എന്നാൽ രുദ്ര അവളെ പരസ്യമായി അപമാനിച്ചു. നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ അവളെ തള്ളി പറഞ്ഞു. പിറ്റേന്ന് ലാബ് ക്ലാസ്സിൽ നന്ദന മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. പരീക്ഷണത്തിനിടെ ഒരു ടെസ്റ്റ് ട്യൂബ് പൊട്ടിത്തെറിച്ച് ആസിഡ് അവളുടെ കൈകളിൽ വീണു. രക്തമൊഴുകി. വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി ഓടി. രുദ്ര ഓടിയെത്തി. പക്ഷെ അവിടെ മുറിവണ്ടപ്പോൾ അയാൾ സമാശ്വസിപ്പിക്കുന്നതിന് പകരം വീണ്ടും ശകാരിച്ചു. ശ്രദ്ധയില്ലാത്തവള്, ഒരു ജോലി ശ്രദ്ധയോടുകൂടി ചെയ്യരുത്. അന്ന് അവൾ കരഞ്ഞോട് വീട്ടിലേക്ക് പോയി. അവളുടെ അച്ഛനും സഹോദരനും മാത്രമായിരുന്നു അവളുടെ ലോകം. അവൾ തകർന്നു പോയെന്ന് കണ്ടപ്പോൾ അവൾക്ക് ആത്മവിശ്വാസം നൽകി. നീ പഠിക്കണം നന്ദു, നിനക്ക് വേണ്ടിയല്ല, നിന്നെ തള്ളിപ്പറഞ്ഞവർക്ക് മുമ്പിൽ ജീവിച്ച് കാണിക്കാൻ. തിരികെ കോളേജിലെത്തിയ നന്ദന മറ്റൊരാളായിരുന്നു. അവൾ ആരോടും മിണ്ടിയില്ല. രുദ്രയുടെ ക്ലാസ്സിൽ അവൾക്ക് അപ്പോഴും പ്രവേശനം ഉണ്ടായിരുന്നില്ല. 2 വർഷം അവൾ ആ ക്ലാസ്സിന് പുറത്തിരുന്ന് പഠിച്ചു. പഴയ ചിരിയോ കളിയോ അവളിൽ ബാക്കിയുണ്ടായിരുന്നില്ല. കോഴ്സിന്റെ അവസാന വർഷം നടന്ന കോളേജ് ട്രിപ്പിൽ രുദ്രയും ഉണ്ടായിരുന്നു. നന്ദന ആദ്യം മാറി നിന്നിരുന്നുവെങ്കിലും ട്രിപ്പിന്റെ 2ാം ദിവസം അവൾ പഴയ പോലെ ആക്റ്റീവായി. യാത്രയുടെ അവസാന ദിവസം അവൾ അവസാനമായി ഒരിക്കൽ കൂടി രുദ്രയുടെ അടുത്ത് ചെന്നു. എനിക്കിപ്പോഴും സാറിനെ ഇഷ്ടമാണ്, മരിക്കുന്നവരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. രുദ്ര വീണ്ടും അവൾ ആക്രോശിച്ച് പുറത്താക്കി. അവളുടെ ഹൃദയം വന്ന 1000 കഷ്ടങ്ങളായി നുറുങ്ങി. നിന്നെ പോലൊരു പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന 1000 തവണ ഞാൻ പറഞ്ഞതാ. ആദ്യം നീ നിന്റെ സ്വഭാവം നന്നാക്ക്, നല്ലൊരു പെണ്ണായി ജീവിക്കാൻ നോക്ക്. ആ പഴയ ഓർമ്മകളിൽ നിന്ന് നന്ദന ഞെട്ടിയുണർന്നു. തന്റെ മുമ്പിലിരിക്കുന്ന പഴയ രുദ്ര സാറല്ല, മറിച്ച് ഈ ഹോസ്പിറ്റലിന്റെ സർവാധികാരിയായ MD ആണ്. ഡോക്ടർ നന്ദന, ഇരിക്കും. രുദ്രയുടെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷെ അതിൽ ഗാംഭീര്യമുണ്ടായിരുന്നു. അവൾ പതുക്കെ കസേരയിലേക്ക് ഇരുന്നു. 5 വർഷത്തിന് ശേഷം അയാൾക്ക് മുമ്പിൽ വീണ്ടും ഒരു വിദ്യാർത്ഥിനിയെ പോലെ അവൾക്ക് തോന്നി. പക്ഷേ ഇന്ന് അവളൊരു ഡോക്ടറാണ്. താൻ ജീവനേക്കാൾ സ്നേഹിച്ച ആ മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന വിധി.
രുദ്ര അവളുടെ ഫയലുകൾ നോക്കി പതുക്കെ തല ഉയർത്തി. ആ നീലക്കണ്ണുകൾ വീണ്ടും അവളുടെ കണ്ണുകളിൽ ഉടക്കി. അവിടെ പഴയ വെറുപ്പാണോ അതോ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ക്യാബിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പിലും നന്ദന വിയർക്കുന്നുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് കോളേജിന്റെ നാളിൽ വെച്ച് തന്നോട് ആക്രോശിച്ച അതേ രുദ്ര തന്നെയാണോ തന്റെ മുമ്പിലിരിക്കുന്നത്? അയാളുടെ മുഖത്തൊരു ഭാവമാറ്റവുമില്ല. തന്റെ പ്രിയപ്പെട്ടവൻ ഇത്രയും അടുത്ത് കണ്ടിട്ടും ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ നന്ദന തളർന്നിരുന്നു. ഡോക്ടർ നന്ദന. രുദ്രയുടെ ശബ്ദം ക്യാബിനിൽ മുഴങ്ങി. അത് പഴയതിനേക്കാൾ ഗാംഭീര്യമുള്ളതായിരുന്നു. താനിവിടെ വന്ന് ജോലി ചെയ്യാനാണോ അതെന്റെ മുഖത്തേക്ക് നോക്കി സ്വപ്നം കണ്ടിരിക്കാനാണോ? ആ ചോദ്യം ഒരു ചാട്ടവാറടി പോലെ അവിടെ നെഞ്ചിൽ പതിച്ചു. നന്ദന പെട്ടെന്ന് ഓട്ടം മാറ്റി. സോറി സർ. ആൾ പതുക്കെ പറഞ്ഞു. ഇത് മെഡിക്കൽ കോളേജ് അല്ലേ നന്ദന. ഇവിടെ നിന്റെ ഈ സൈലന്റ് ഡ്രാമയൊന്നും നടക്കില്ല. താൻ മെഡിക്കൽ റാങ്ക് ഹോൾഡറാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ട റിസൾട്ടാണ്. താൻ ജൂനിയർ സർജന്മാരുടെ കൂടെ വാർഡിൽ റിപ്പോർട്ട് ചെയ്യുക. നൗ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്യാബിൻ. 5 വർഷത്തിന് ശേഷവും അയാളുടെ നാവുകളിൽ നിന്ന് ആദ്യം വീണത് പഴയ വാക്കുകൾ തന്നെയായിരുന്നു. ഗെറ്റ് ഔട്ട്. നന്ദന പുറത്തിറങ്ങി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ അവളത് തുടച്ചു മാറ്റി. പഴയ നന്ദനയല്ല താനിപ്പോൾ. അച്ഛനും സഹോദരനും നൽകിയ കരുത്ത് അവളുടെ ഉള്ളിലുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങൾ നന്ദനയ്ക്ക് കഠിനമായിരുന്നു. രുദ്ര അവളെ ഒരു സാധാരണ ഡോക്ടർ പോലെ അല്ല കൈകാര്യം ചെയ്ത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസുകൾ, രാത്രി ഷിഫ്റ്റുകൾ, കൃത്യസമയത്ത് തീർക്കേണ്ട ഫയലുകൾ, ഇതെല്ലാം അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. അവൾ തളർന്നു വീഴുന്ന കാണാൻ അയാൾ ആഗ്രഹിക്കുന്ന പോലെ തോന്നി. ഒരു ദിവസം രാത്രി വൈകി ഒരു എമർജൻസി കേസ് വന്നു. അപകടത്തിൽപ്പെട്ട ഒരു കൊച്ചു കുട്ടിയായിരുന്നു അത്. നന്ദന തനിയെ ആ കേസ് കൈകാര്യം ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് രുദ്ര അവിടേക്ക് കടന്നു വന്നു. ആരാണ് ഈ കുട്ടിക്ക് ഈ മെഡിസിൻ നൽകിയത്? രുദ്ര ഗർജിച്ചു. ഞാനാണ് സർ. നന്ദന ധൈര്യത്തോടെ മറുപടി നൽകി. തനിക്ക് വിവരല്ലേ നന്ദന? ഈ കണ്ടീഷനിൽ ഈ ഡോസേജ് നൽകി എന്ത് സംഭവിക്കുന്ന അറിയില്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അയാൾ അവളെ ശകാരിച്ചു. സർ, ആ കുട്ടിയുടെ BP ലെവൽ നോക്കിയാൽ. അവൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. മിണ്ടരുത്. താൻ എന്റെ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഇനി ഇത് തുടർന്നാ താൻ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. പോയി തന്നെ ഡ്യൂട്ടി. അവൾ തലകുനിച്ച് നിന്നു. പക്ഷെ ഉള്ളിൽ അവൾക്കറിയാമായിരുന്നു താൻ ചെയ്തത് ശരിയാണെന്ന്. കുറച്ചു കഴിഞ്ഞ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ നന്ദന നൽകിയ മരുന്ന് തന്നെയാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചെന്ന് വ്യക്തമായി. രുദ്ര അതറിഞ്ഞെങ്കിലും ഒരു വാക്കുപോലും അവളോട് അഭിനന്ദനം പറഞ്ഞില്ല. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിൽ വെച്ച് നന്ദന രുദ്രയെ കണ്ടു. അയാൾ തന്റെ കാറിന് പുറത്ത് ചാരിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. ആ നീലക്കണ്ണുകളിൽ വലിയൊരു ശൂന്യത അവൾ കണ്ടു. താൻ അത്രയധികം പ്രണയിച്ച ആ കണ്ണുകൾക്ക് പിന്നിൽ എന്തോ വലിയൊരു വേദനയുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ അറിയാതെ അയാളുടെ അടുത്തേക്ക് നടന്നു. സർ. രുദ്ര തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം പഴയ ആ വാത്സല്യം മിന്നി പറഞ്ഞു. ഇല്ല, അത് തന്നെ തോന്നലാമെന്ന് നന്ദന കരുതി. എന്താ ഇവിടെ? രുദ്ര കടുപ്പത്തിൽ ചോദിച്ചു. സർ, എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് സർ ചെയ്ത്? പണ്ട് ഞാൻ സാറിനെ പ്രണയിച്ചു എന്നത് ഒരു തെറ്റാണോ? നന്ദനയുടെ ശബ്ദമിടറി. രുദ്ര പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ശ്വാസം നിലച്ചുപോയി. അയാൾ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പരിഹാസത്തോടെ ചിരിച്ചു. പ്രണയം അതൊരു വികാരമല്ല നന്ദന, അതൊരു ബലഹീനതയാണ്. എനിക്ക് ബലഹീനതകൾ ഇഷ്ടമല്ല. താനൊരു നല്ല ഡോക്ടറാവും നോക്ക്. അല്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് സമയം കളയണ്ട. അയാൾ കാറിൽ കയറിപ്പോയി. പക്ഷെ അയാൾ പോകുമ്പോൾ കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ അയാൾ അവളെ നോക്കുന്ന നന്ദനെ കണ്ടു. ആ നോട്ടത്തിൽ വെറുപ്പായിരുന്നില്ല, മറിച്ച് സഹിക്കാൻ കഴിയാത്ത എന്തോ നീറ്റിലായിരുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിലെത്തിയ നന്ദന കണ്ടത് സ്റ്റാഫുകൾക്കിടയിലുള്ള അടക്കം പറച്ചിലുകളാണ്. രുദ്ര സാറിന്റെ വീട്ടിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. ക്യാബിന് പുറത്ത് നിൽക്കുമ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. 5 വർഷം മുമ്പ് താൻ തള്ളിയ അതേ പെൺകുട്ടി, രുദ്രയുടെ ആന്റിയുടെ മകൾ. അവൾ രുദ്രയുടെ കൈ പിടിച്ച് നിൽക്കുന്നു. രുദ്രേട്ട, കല്യാണത്തിന്റെ കാര്യങ്ങൾ അച്ഛൻ തീരുമാനിച്ചു. നമുക്ക് ഇന്നലെ ഷോപ്പിങ്ങിന് പോകണം. നന്ദനയുടെ കാതുകളിൽ ആ വാക്കുകൾ ഇടുത്തി പോലെ പതിച്ചു. 5 വർഷം മുമ്പും ഇവൾ കാരണമാണ് തനിക്ക് രുദ്രയുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയത്. ഇന്നും ഇവൾ തന്റെ മുമ്പിൽ വിധി പോലെ എത്തിയിരിക്കുന്നു. നന്ദന അവിടെ നിൽക്കാതെ വാർഡിലേക്ക് ഓടി. പക്ഷേ വിധി കാത്തുവെച്ച മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി രുദ്രയുടെ ക്യാബിലേക്ക് അവൾ വിളിപ്പിച്ചു. നന്ദന, നാളെ മുതൽ താൻ എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം. എൻ്റെ എല്ലാ സർജറികളും താൻ കൂടെ ഉണ്ടാവണം. രുദ്രയുടെ കൽപ്പന വന്നു. ഇതൊരു ശിക്ഷയാണോ അതോ പരീക്ഷണമാണോ എന്ന് നന്ദനയ്ക്ക് മനസ്സിലായില്ല. തന്റെ പ്രണയത്തെ ഇതിലും ക്രൂരമായി അവഗണിക്കുന്ന ആ മനുഷ്യന്റെ നിഴലായി ഇനി താൻ മാറണം. രുദ്രയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഡോക്ടറായി നന്ദന ചാർജ് എടുത്തു. പക്ഷേ അത് അവൾ വിചാരിച്ചാലും വലിയൊരു പരീക്ഷണമായിരുന്നു. പഴയ മെഡിക്കൽ കോളേജ് വരാന്തയിൽ വെച്ച് അവളെ ശകാരിച്ചിരുന്ന അതേ രുദ്ര തന്നെയായിരുന്നു ഇന്നും അയാൾ. ഒരു മാറ്റവുമില്ലാത്ത കല്ല് പോലെയുള്ള മനസ്സ്. അന്നൊരു പ്രധാന സർജറി നടക്കുകയാണ്. രുദ്രയുടെ അസിസ്റ്റന്റായി നന്ദനയും കൂടെയുണ്ട്. തിയേറ്ററിലെ നിശബ്ദതയിൽ രുദ്രയുടെ ഓരോ ശ്വാസവും നന്ദനയ്ക്ക് കേൾക്കാമായിരുന്നു. കൈകൾ വിറക്കാതെ അവൾ ഉപകരണങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. സ്കാൽപ്പൽ. രുദ്ര കൈനീട്ടി നന്ദനയെ നൽകി. പക്ഷെ ഒരു നിമിഷം അയാളുടെ വിരലുകൾ അവളുടെ വിരലുകളിൽ തട്ടി. നന്ദനയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി. അവൾ അറിയാതെ ഒന്ന് പതറി. നന്ദന, കോൺസെൻട്രേറ്റ്. രുദ്ര അലറി.
താൻ ഇവിടെ നിൽക്കുന്ന റൊമാൻസ് കളിക്കാനാണെങ്കിൽ ഇപ്പോഴേ പുറത്തു പോയിക്കോ. എനിക്ക് എന്റെ പേഷ്യന്റ് ജീവനാണ് പ്രധാനം. തിയേറ്ററിലെ മറ്റു നഴ്സുമാരും ഡോക്ടർമാരും കേട്ട് ഞെട്ടി. നന്ദനയുടെ കണ്ണു നിറഞ്ഞു. പക്ഷേ ആ മാസ്കിനുള്ളിൽ അവൾ തന്നെ സങ്കടം ഒളിപ്പിച്ചു. സോറി സർ, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. സർജറി കഴിയുന്നവരെ രുദ്ര പിന്നീട് അവളോട് ഒരു അക്ഷരം മിണ്ടിയില്ല. പകരം കടുപ്പമേറിയ നോട്ടങ്ങൾ മാത്രം എറിഞ്ഞു. സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങിയ നന്ദനയെ കാത്ത് രുദ്രയുടെ ആന്റിയുടെ മകൾ മായ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ നന്ദനയെ പരിഹാസത്തോടെ നോക്കി. ഓ, നീ പുഴുവിന്റെ പുറകെ തന്നെയാണോ? മായ ചിരിച്ചു. പഴയ തല്ല് മറന്നുപോയോ? അന്ന് രുദ്രേട്ടൻ നിന്നെ തല്ലിയതേ എനിക്ക് വേണ്ടിയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നന്ദന മറുപടി എടുക്കാൻ നിന്നില്ല. പക്ഷെ അവിടേക്ക് രുദ്ര വന്നു. മായ ഉടനെ രുദ്രയുടെ കൈകളിൽ തൂങ്ങി. രുദ്രേട്ടാ, നമുക്കിന്ന് ഡിന്നറിന് പോകണ്ടേ? അച്ഛൻ കാത്തിരിക്കുക. രുദ്ര നന്ദനയെ നോക്കി. ആ നീലക്കണ്ണുകളിൽ പഴയ അതേ പുച്ഛമായിരുന്നു. നന്ദന, താനിന്ന് രാത്രി ഷിഫ്റ്റ് ഉണ്ടാവണം. ഈ ആഴ്ച തനിക്ക് ഓഫില്ല. പക്ഷെ സാർ, ഞാൻ കഴിഞ്ഞ 3 ദിവസമായി. അവൾ പറയാൻ ശ്രമിച്ചു. ഞാൻ പറയുന്ന അനുസരിക്കുക, അതാ തന്റെ ജോലി. അയാൾ മായയും കൂട്ടി നടന്നുപോയി. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ വിജനമായ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ നന്ദന തന്റെ പഴയ ഡയറി ഓർത്തു. അതിൽ അവൾ എഴുതി വെച്ചിരുന്നു. എന്റെ രുദ്ര സാർ, ആ നീലക്കണ്ണുകളിൽ ഒരിക്കലെങ്കിലും എന്നോടുള്ള പ്രണയം വിരിന്ന് കാണാൻ എനിക്ക് കഴിയുമോ? ഇന്ന് ആ സ്വപ്നം എത്രയോ അകലെയാണെന്ന് അവൾക്ക് തോന്നി. രുദ്ര ഇത്രയും ക്രൂരനാവാൻ എന്തായിരിക്കും കാരണം? തന്നോട് മാത്രം എന്താണ് അയാൾക്ക് ഇത്ര ദേഷ്യം? പെട്ടെന്ന് രുദ്രയുടെ ക്യാബിൽ നിന്നൊരു ശബ്ദം കേട്ടു. അവൾ പതുക്കെ അങ്ങോട്ട് ചെന്നു. വാതിലൽപ്പം തുറന്നിടയ്ക്കായിരുന്നു. അകത്തെ രുദ്ര ഒറ്റയ്ക്കിരിക്കുകയാണ്. മേശപ്പുറത്തിന് മദ്യക്കുപ്പിയുണ്ട്. അയാൾ ആ നീലക്കണ്ണുകൾ അടച്ച് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പെട്ടെന്ന് അയാൾ പിറുവിറുക്കുന്നവൾ കേട്ടു. എന്തിനാ നന്ദന നീ വീണ്ടും വന്ന്? എനിക്ക് നിന്നെ വെറുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നന്ദന സ്തബ്ധയായി പോയി. രുദ്ര സാർ, എന്താണ് ഈ പറയുന്നത്? അയാൾ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതോ അത് തന്നെ തോന്നലാണോ? അവൾ പതുക്കെ അകത്തേക്ക് കയറാനാഞ്ഞു. പക്ഷെ അപ്പോഴേക്കും രുദ്ര കണ്ണു തുറന്നു. മദ്യത്തിന്റെ ലഹരിയിലും അയാളുടെ കണ്ണുകൾ അഗ്നി പോലെ തിളങ്ങി. ആരാവിടെ? അയാൾ ആക്രോശിച്ചു. നന്ദന പേടിച്ച് പിന്നോട്ട് മാറി. അത് സർ, റൗണ്ട്സിന് പോയപ്പോ. ഇറങ്ങിപ്പോന്നതിനാ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. നിന്നെ കാണുമ്പോഴാ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് വന്ന്. അവളോടൊന്ന് ഓടി. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. രുദ്രയുടെ ഉള്ളിൽ തനിക്കായ ഒരു ഇടമുണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. പക്ഷെ ആ സ്നേഹത്തേക്കാൾ വലുതാണ് അയാളുടെ അഹങ്കാരവും ദേഷ്യവും. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ഒരു വലിയ അത്യാഹിതം സംഭവിച്ചു. ഒരു വലിയ ബസ് അപകടത്തിൽപ്പെട്ട് 30ഓളം പേര് ഒന്നിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. രുദ്രയും നന്ദനയും കൈകോർത്ത് പ്രവർത്തിക്കേണ്ടി വരുന്ന നിമിഷം. ആ തിരക്കിനുള്ള ഒരു പേഷ്യന്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നന്ദനയുടെ തല ഇറങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഉറക്കമില്ലായ്മയും ഭക്ഷണക്കുറവ് അവളെ തളർത്തിയിരുന്നു. അവൾ വീഴാൻ പോയതും ഒരാൾ അവളെ താങ്ങി പിടിച്ചു. അതേ നീലക്കണ്ണുകൾ. ഇത്തവണ ആ കണ്ണുകൾ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഭയമായിരുന്നു. നന്ദു. രുദ്രയുടെ നാവിൽ നിന്ന് ആദ്യമായി ആ പേര് വീണു. നന്ദന കണ്ണു തുറന്നപ്പോൾ കണ്ടത് വെളുത്ത സീലിങ്ങും മൂക്കിലേക്ക് ഇരച്ചേറുന്ന മരുന്നിന്റെ ഗന്ധവുമാണ്. താൻ ഹോസ്പിറ്റൽ ഒബ്സർവേഷൻ റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി. കൈകളിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. എഴുന്നേക്കാൻ നോക്കണ്ട, ഒരു ഗാംഭീര്യ ശബ്ദം കേട്ടു. അപ്പുറത്തെ കസേരയിൽ രുദ്ര ഇരിക്കുന്നുണ്ടായിരുന്നു. കോട്ട് അഴിച്ചു മാറ്റി ഷർട്ടിന്റെ കൈകൾ മടക്കി വെച്ച് ആ നീലക്കണ്ണുകളിൽ തളർച്ച പടർന്നിരുന്നു. സർ, പേഷ്യൻസ് ആക്സിഡന്റ് കേസ്. നന്ദന പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എല്ലാം കഴിഞ്ഞു, എല്ലാവരെയും അറ്റൻഡ് ചെയ്തു. താനിവിടെ തളർന്നു വീണപ്പോ എന്റെ പണി ഇരട്ടിയായി, രുദ്ര കടുപ്പത്തിൽ പറഞ്ഞു. പക്ഷെ അയാളുടെ ശബ്ദത്തിൽ പഴയ ആക്രോശമില്ലായിരുന്നു. സോറി സർ, ഞാൻ ശ്രദ്ധിച്ചില്ല. അവൾ തലതാഴ്ത്തി. രുദ്ര എഴുന്നേറ്റ് അവിടെ അടുത്തു വന്നു. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയും ജോലി ചെയ്താ നീ ഒരു നല്ല ഡോക്ടറാവില്ല നന്ദന, വെറും ഒരു രോഗിയാവും. ഇന്ന് നിന്റെ കോളേജിൽ ലാഭല്ല, തമാശ കാണിക്കാൻ. അയാൾ അവിടെ നെറ്റിയിൽ കൈവച്ച് ചൂട് നോക്കി. ആ തണുത്ത വിരലുകൾ സ്പർശിച്ചപ്പോൾ നന്ദനയുടെ ഉള്ളിൽ പഴയ പ്രണയം വീണ്ടും തിരതല്ലി. അവളെ അയാളുടെ കൈ പിടിച്ചു. സർ, എന്തിനാ എന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത്? അന്ന് കോളേജിൽ വെച്ച് തല്ലിയപ്പോഴും ഇന്നും സാർ എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്? രുദ്ര പെട്ടെന്ന് കൈവലിച്ചു. അയാളുടെ മുഖം വീണ്ടും കല്ലുപോലെയായി. തനിക്ക് വെറുതെ തോന്നാ. എനിക്ക് എന്റെ സ്റ്റാഫിന്റെ ഹെൽത്തിൽ താല്പര്യമുണ്ട്, അത്രമാത്രം. അടുത്ത ദിവസം നന്ദന ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ കണ്ടത് മായ രുദ്രയും തമ്മിൽ തർക്കമാണ്. ഹോസ്പിറ്റൽ ലോബിയിൽ വെച്ച് മായ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. രുദ്രയിട്ട് നാളെ നമ്മുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാ, എന്നിട്ട് ഈ പെണ്ണിനെ കൂടുതൽ ഇവിടെ ജോലി ചെയ്യുകയാണോ? മായ നന്ദനെ വിരൽ ചൂണ്ടി പറഞ്ഞു. മായ ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കരുത്, രുദ്ര ശാന്തനായി പറഞ്ഞു. എനിക്കറിയാം നീ ഇപ്പോഴും ഇവിടെ നോക്കുന്നുണ്ടെന്ന്. അന്ന് കോളേജിൽ വെച്ച് ഇവിടെ എന്നെ തല്ലിയപ്പോ നീ ഇവിടെ തല്ലിയത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ കരുതി. പക്ഷേ അത് ഇവിടെ എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മായയുടെ വാക്കിൽ നന്ദനയെ ഞെട്ടിച്ചു. അന്ന് രുദ്ര അവളെ തല്ലിയത് രക്ഷിക്കാനായിരുന്നു. ആൾ രുദ്രയുടെ മുഖത്തേക്ക് നോക്കി. അയാളൊന്നും മിണ്ടാൻ നടന്നുപോയി. അന്ന് രാത്രി മഴ പെയ്യുന്നുണ്ടായിരുന്നു. നന്ദന തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് രുദ്രയുടെ കാർ അവിടെ മുമ്പിൽ വന്ന് ഇന്ന്. കയറു, ഞാനാകാം, രുദ്ര കൽപ്പിച്ചു.
യാത്രയിലൂടെ നീളം നിശബ്ദതയായിരുന്നു. മഴത്തുള്ളികൾ കാറിന്റെ ചില്ലിൽ അടിച്ചു വീഴുന്നു. രുദ്രയുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകിയിരുന്നു. സർ, നാളെ സാറിന്റെ വിവാഹ നിശ്ചയാണോ? നന്ദന പതുക്കെ ചോദിച്ചു. രുദ്ര വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ആ നീലക്കണ്ണുകൾ കനൽ പോലെ തിളങ്ങി. അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? നീനിയും കരയണോ? എനിക്ക് സാധനം നഷ്ടപ്പെടുന്നു കരുതുമ്പോ ആൾക്ക് വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് ഒരിക്കലും എന്നെ കിട്ടിയിട്ടില്ല നന്ദന, പിന്നെങ്ങനെ നിനക്ക് എന്നെ നഷ്ടപ്പെടാനാ? രുദ്ര പരിഹാസത്തോടെ പറഞ്ഞു. പക്ഷെ അയാൾ വിറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രുദ്ര അവളുടെ മുഖം കൈകളിലെടുത്തു. നിനക്കറിയോ, അന്ന് കോളേജിൽ വെച്ച് നിന്നെ എല്ലാവരും വെച്ച് തല്ലിയപ്പോ എന്റെ ഉള്ളിലുണ്ടായ വേദന. നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ആക്രോശിച്ച എന്തിനാണെന്നറിയോ? എന്റെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ കാരണം നിന്റെ ജീവിതം കൂടി തകരാതിരിക്കാനായിരുന്നു. നന്ദനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്നിട്ടിപ്പോ ഇതിനാ സാർ മായയെ കല്യാണം കഴിക്കുന്നത്? കാരണം എനിക്ക് നിന്നെ അർഹതയില്ല നന്ദന. ഞാൻ ഒരുപാട് ഇരുട്ടുള്ള മനുഷ്യനാ. അയാൾ അവളെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. മഴ നനഞ്ഞ് നന്ദന അവിടെ നിൽക്കുമ്പോൾ രുദ്രയുടെ കാറ് വേഗത്തിൽ പോയി. പക്ഷെ ആ നീലക്കണ്ണുകൾ കണ്ടത് തന്നോടുള്ള അടക്കാനാവാത്ത പ്രണയമാണെന്ന് അവൾക്ക് ഉറപ്പായി. പിറ്റേന്ന് രുദ്രയുടെ വീട്ടിൽ വിവാഹ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഹോസ്പിറ്റൽ സ്റ്റാഫിനെല്ലാം ക്ഷണമുണ്ടായിരുന്നു. നന്ദന അവിടെ പോവാതിരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ രുദ്രയുടെ അച്ഛൻ അവളെ നേരിട്ട് ഫോൺ വിളിച്ചു വരുത്തി. അവൾ പതുക്കെ ആ വീട്ടിലേക്ക് ചെന്നു. പട്ടു സാരിയെടുത്ത് സുന്ദരിയായി നിൽക്കുന്ന മായ, അവളുടെ അടുത്ത് നിർവികാരനായി നിൽക്കുന്ന രുദ്ര. മോതിരം മാറാൻ നേരം രുദ്രയുടെ കൈകൾ വിറച്ചു. അയാൾ നന്ദനയെ നോക്കി. ആ നീലക്കണ്ണുകളിൽ ഒരു അപേക്ഷയുണ്ടായിരുന്നു, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറയുന്ന പോലെ. പെട്ടെന്ന് അവിടെ ഒരു വലിയ ബഹളം കേട്ടു. പോലീസുകാർ അകത്തേക്ക് കടന്നു വന്നു. ഡോക്ടർ രുദ്ര വേദാന്ത്, മായയുടെ അച്ഛൻ നടത്തിയ മെഡിക്കൽ തട്ടിപ്പുകളെ കുറിച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിവാഹത്തിന് പിന്നിൽ ആ തട്ടിപ്പുകൾ മറക്കാണോ നീക്കാണോന്ന് ഞങ്ങൾക്കറിയണം. ഹാളിൽ എല്ലാവരും സ്തബ്ധരായി. മായയും കുടുംബവും പരിഭ്രാന്തരായി. രുദ്ര ഒരു അക്ഷരം മിണ്ടാതെ അവിടെ നിന്നു. അവനെ നേരത്തെ അറിഞ്ഞിരുന്നോ? ഹാളിൽ വലിയൊരു നിശബ്ദത പടർന്നു. മായയുടെ അച്ഛൻ ബിസിനസ് തൈക്കൂണായ പണിക്കർ സാറ് വിയർക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ രുദ്രയുടെ അടുത്തേക്ക് നീങ്ങി. ഡോക്ടർ രുദ്ര, നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പേരിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത മരുന്നുകളിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാന നിക്ഷേപകൻ പണിക്കർ സാറാണ്. ഈ വിവാദത്തിലൂടെ ആ ഫയലുകൾ ഒതുക്കി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചെന്നാ ഞങ്ങൾ കിട്ടിയ പരാതി. നന്ദനെ വിശ്വസിക്കാനാവാതെ രുദ്രയെ നോക്കി. ഇല്ല, തന്റെ രുദ്ര സാർ ഒരിക്കലും അഴിമതി ചെയ്യില്ല. അയാൾ കണിശക്കാരനായിരിക്കാം, പക്ഷെ സത്യസന്ധനാണ്. ഞാൻ ആരെയൊന്നും ബോധിപ്പിക്കാനില്ല. രുദ്ര പഴയ അതേ ഗാംഭീര്യത്തോടെ പറഞ്ഞു. അന്വേഷണത്തിന് ഞാൻ തയ്യാറാണ്, പക്ഷെ ഈ കല്യാണം അത് നടക്കില്ല. രുദ്ര മായയുടെ അച്ഛനെ നേരെ തിരിഞ്ഞു. നിങ്ങളുടെ സാമ്പത്തിക സഹായം എൻ്റെ ഹോസ്പിറ്റലിൽ കിട്ടിയോണ്ട് മാത്രം മായ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചെന്ന് സത്യ. എൻ്റെ അച്ഛൻ കൊടുത്ത വാക്കിന് വേണ്ടിയായിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ പ്രൊഫഷനെ ചതിച്ചു എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു ബന്ധം നിങ്ങൾക്ക് എനിക്കിടയിൽ ഉണ്ടാവില്ല. മായ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രുദ്രയുടെ കൈ പിടിച്ചു. രുദ്രേട്ട, അച്ഛൻ ചെയ്ത തെറ്റിന് എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? രുദ്ര അവിടെ കൈതട്ടി മാറ്റി. നിനക്കിതിൽ പങ്കുണ്ടെന്ന് എനിക്കറിയാം മായ. അന്ന് കോളേജിൽ നന്ദനെ നീ ഉപദ്രവിച്ചപ്പോഴും ഇന്നും നിന്റെ സ്വഭാവത്തിലൊരു മാറ്റമില്ല. പോലീസ് രുദ്രയെ കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ നന്ദന മുന്നോട്ട് വന്നു. അവളുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യമായിരുന്നു. നിൽക്കൂ സർ. അവളൊരു IPS ഓഫീസർക്ക് മുമ്പിൽ നിന്നു. രുദ്ര സാർ ഈ തട്ടിപ്പിൽ പങ്കാളിയല്ല. ആ മരുന്നുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. 3 മാസം മുമ്പ് സാറ് തന്നെ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നത് തടഞ്ഞിരുന്നു. അതിൻ്റെ ഇമെയിലുകൾ ഞാൻ കാണിച്ചു തരാം. രുദ്ര ഞെട്ടിപ്പോയി. താൻ രഹസ്യമായി വെച്ചിരുന്ന ആ ഫയലുകൾ നന്ദന ഇങ്ങനെ കണ്ടുപിടിച്ചു. നന്ദന തന്റെ ഫോണിലെ തെളിവുകൾ പോലീസിന് കൈമാറി. അവൾ സർജറി റൂമിലും ഓഫീസിലും രുദ്രയുടെ അസിസ്റ്റന്റായി ജോലി ചെയ്തപ്പോൾ അയാൾ അറിയാതെ തന്നെ പലതും ശ്രദ്ധിച്ചിരുന്നു. തെളിവുകൾ കണ്ടപ്പോൾ പോലീസ് മായയുടെ അച്ഛനെ കസ്റ്റഡിയിലെടുത്തു. വിവാഹപ്പന്തൽ ശൂന്യമായി. അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രുദ്ര വലിയ ഹാളിലെ പടികളിൽ തളർന്നിരുന്നു. തന്റെ അന്തസ്വാഭിമാനവും തകർന്നു പോയൊരു മനുഷ്യനെ പോലെ. നന്ദന പതുക്കെ അയാളുടെ അടുത്തേക്ക് ചെന്നു. സർ. രുദ്ര തല ഉയർത്തി നോക്കി. ആ നീലക്കണ്ണുകൾ ആദ്യമായി നനഞ്ഞിരുന്നു. കഠിന മനസ്കനെന്ന് താൻ കരുതിയിരുന്ന ആ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ തകർന്നിരിക്കുന്നു. നന്ദു, നീ എന്തിനെ എന്നെ സഹായിച്ച്? ഞാൻ നിന്നെ ഇത്രയേറെ അപമാനിച്ചിട്ടും അന്നാ ലാബിൽ വെച്ച് നിനക്ക് പൊള്ളലേറ്റ പോലും ഞാൻ നിന്നെ ശകാരിക്കുകയല്ലേ ചെയ്ത്. നന്ദനയാളുടെ അടുത്ത് നിലത്തിരുന്നു. സർ, അന്നിനെ ശകാരിച്ചെന്തിനാണെന്ന് എനിക്കറിയാം. രക്തം കണ്ട പേടിയുള്ള സാറ് അന്ന് ലാബിൽ എൻ്റെ കൈമുറിഞ്ഞപ്പോൾ വിറച്ചു പോകുന്ന ഞാൻ കണ്ടിരുന്നു. ആ പേടി പുറത്ത് കാണിക്കാതിരിക്കാനാ സാർ അലറിയത്. ഉള്ളിലെ സ്നേഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയൂ സർ. രുദ്ര പതുക്കെ നന്ദനയുടെ കൈവെള്ളയിൽ ആ പഴയ പാടിൽ തലോടി. ലാബ് അപകടത്തിലുണ്ടായ ആ പാടി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം തോന്നാൻ ഞാൻ എന്താ നിനക്ക് നൽകിയത് നന്ദന? ഞാൻ എപ്പോഴും നിന്നെ പുറത്താക്കിയല്ലേ ചെയ്ത്. സാർ എന്നെ പുറത്താക്കുമ്പോഴേലും ഞാൻ നോക്കിയത് ആ കണ്ണുകളിലേക്കാ. അതിലെനിക്കുള്ള പ്രണയം ഞാൻ വായിച്ചിരുന്നു. സാറിനത് മറച്ചു വെക്കാം, പക്ഷേ മായ്ക്കാൻ കഴിയില്ല. രുദ്ര എഴുന്നേറ്റു. അയാൾ നന്ദനയുടെ മുഖത്തേക്ക് നോക്കി. പഴയ ആ കാർക്കശ്യം വീണ്ടും മുഖത്ത് വന്നെങ്കിലും കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു. നീ എന്നെ രക്ഷിച്ചു എന്ന് എഴുതിയെല്ലാം ശരിയായി നിരുന്നുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണം. 1 മിനിറ്റ് വൈകിയാൽ പഴയ പോലെ തന്നെ ഞാൻ ഗെറ്റൗട്ട് അടിക്കും. നന്ദന ചിരിച്ചുപോയി.
ശരി സർ. രുദ്ര നടന്നുപോയി. പക്ഷേ കുറച്ചു ദൂരം ചെന്ന ശേഷം അയാൾ തിരിഞ്ഞു നിന്നു. പിന്നെ ആ നീലക്കണ്ണുകൾ, അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. അത് കേട്ടതും നന്ദിനിയുടെ ലോകം പൂത്തുലഞ്ഞു. 5 വർഷത്തെ കാത്തിരിപ്പിന്, ആ വേദനകൾക്ക്, ആ തല്ലുകൾക്കെല്ലാം ഇന്ന് അർത്ഥമുണ്ടായിരിക്കുന്നു. ആ സമ്പത്തിന് ശേഷം ഹോസ്പിറ്റൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. രുദ്ര സാർ പഴയതുപോലെ കണിശക്കാരനാണെങ്കിലും നന്ദിനിയുടെ സാന്നിധ്യം അയാളെ പതുക്കെ ശാന്തനാക്കി തുടങ്ങി. എങ്കിലും എല്ലാവരെയും മുമ്പിൽ വെച്ച് അയാൾ തന്റെ ഗാംഭീര്യം കൈവിട്ടില്ല. ഒരു മഴയുള്ള രാത്രി ഹോസ്പിറ്റലിൽ തിരക്കുറവായിരുന്നു. നന്ദന നഴ്സിംഗ് സ്റ്റേഷനിലെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കെ രുദ്ര അവിടേക്ക് വന്നു. നന്ദന, എന്റെ ക്യാബിലേക്ക് വരൂ. ആക്സിഡന്റ് കേസിലെ റിപ്പോർട്ടുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. രുദ്രയുടെ സ്വരത്തിൽ പഴയ ആജ്ഞാശക്തി. ആൾ പതുക്കെ അയാളുടെ ക്യാബിനിലേക്ക് ചെന്നു. അകത്ത് കയറിയതും രുദ്ര കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ ജനാലയിലൂടെ പുറത്ത് മഴ നോക്കി നിൽക്കുകയായിരുന്നു. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു നന്ദന? രുദ്ര തിരിഞ്ഞോക്കാതെ ചോദിച്ചു. ഞാനൊരു ക്രൂരനാണെന്നോ അതോ പേടിത്തൊണ്ടനാണെന്നോ? നന്ദന പതുക്കെ അയാളുടെ അടുത്തേക്ക് നടന്നു. സാർ ഒരിക്കലും ഒരു പേടിത്തൊണ്ടനല്ല, പക്ഷേ സ്വന്തം വികാരങ്ങളെ ഭയപ്പെടുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷം ബലികഴിപ്പിക്കാൻ നോക്കുന്ന ഒരാൾ. രുദ്ര പെട്ടെന്ന് തിരിഞ്ഞു. ആ നീലക്കണ്ണുകൾ അവളിൽ തറഞ്ഞു നിന്നു. മായയുടെ അച്ഛൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ എന്നെ തകർക്കാൻ നോക്കും. എൻ്റെ ഹോസ്പിറ്റലിനെയും എൻ്റെ കരിയറിനെയും, ഒരുപക്ഷെ നിന്നെയും. എനിക്ക് പേടിയില്ല സർ. സാറ് കൂടിയുള്ളപ്പോൾ എനിക്ക് ഒന്നിനെയും പേടിയില്ല, അവൾ ധൈര്യത്തോടെ പറഞ്ഞു. രുദ്ര പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുടികൾ പതുക്കെ വകഞ്ഞു മാറ്റി. അന്ന് കോളേജിൽ വെച്ച് നിന്നെ തള്ളിയപ്പോ നിന്റെ കണ്ണുകൾ കണ്ട ആ നിശബ്ദത, അതിന് ഇത്രയും കാലം വേട്ടയാടുകയായിരുന്നു. നീ കരയെന്ന് ഞാൻ കരുതി, പക്ഷേ നീ എന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്ത്. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് മായ കടന്നു വന്നു. പഴയതുപോലെയല്ല, അവളുടെ കണ്ണുകളിൽ പകയായിരുന്നു. അവൾ നേരെ രുദ്രയുടെ ക്യാബിലേക്ക് ഇരച്ചു കയറി. രുദ്ര, നീ കരുതിയോ എന്നെ എന്റെ അച്ഛനെ അങ്ങനെ എളുപ്പത്തിൽ തോൽപ്പിക്കാന്ന്? നിന്റെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മണ്ണ് എന്റെ അച്ഛന്റെ ബിസിനസ് ഗ്രൂപ്പിന്റേതാ. ഒരാഴ്ചക്കുള്ളിൽ ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ പൂട്ടിക്കും. മായ, നിയമം നിനക്ക് അനുകൂലമല്ല. നിന്റെ അച്ഛൻ ചെയ്ത് തട്ടിപ്പൊളിക്ക് ഈ ഹോസ്പിറ്റലിനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മായ നന്ദനയെ നോക്കി. നീയാണല്ലേ എല്ലാം തകർത്ത്? അന്ന് കോളേജിൽ തുടങ്ങിയ നിന്റെ കളി നീ അനുഭവിക്കും. മായ ഇറങ്ങിപ്പോയി. പക്ഷെ പോകുന്ന പോക്കിൽ അവൾ ഹോസ്പിറ്റലിൽ മരുന്ന് സൂക്ഷിക്കുന്ന ലാബിലേക്ക് ആരും അറിയാതെ ഒരു നോട്ടം എറിഞ്ഞു. അന്ന് വൈകുന്നേരം നന്ദന ലാബിൽ തന്നെ ടെസ്റ്റ് നടത്തുകയായിരുന്നു. പെട്ടെന്ന് ലാബിനുള്ളിൽ പുകയിരുന്ന അവൾ കണ്ടു. ആരോ ബോധപൂർവ്വം അവിടെ തീയിട്ടിരിക്കുന്നു. 5 വർഷം മുമ്പത്തെ ആ ലാബ് അപകടം അവളുടെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു. കൈകൾ വിറച്ച് അവൾക്ക് പുറത്തേക്ക് ഓടാൻ കഴിഞ്ഞില്ല. പുക ശ്വസിച്ച് അവൾ ചുമച്ചു തുടങ്ങി. സർ, രുദ്ര സർ, അവൾ തളർന്ന് വിളിച്ചു. വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തീ ആളിപ്പടർന്നു. നന്ദന തറയിലേക്ക് വീണു. ബോധം മറിയുന്നതിന് മുമ്പ് ആരോ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന അവൾ കണ്ടു. രുദ്രയായിരുന്നു അത്. അയാൾ തന്റെ കോട്ടഴിച്ചു മാറ്റി നന്ദനെ വാരിയെടുത്ത് തീ ജ്വാലകൾക്കിടയിലൂടെ അയാൾ അവളെ പുറത്തെത്തിച്ചു. നദു, കണ്ണുറക്ക് നദു! രുദ്ര നിലവിളിക്കുകയായിരുന്നു. അയാൾ അവളെ കാഷ്വാലിറ്റിയിലേക്ക് ഓടിച്ചുകൊണ്ടുപോയി. ഡോക്ടർമാർ ഓടിയെത്തി. രുദ്രയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ലോകം കീഴടക്കിയ ആ സർജൻ ഇന്ന് തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം നന്ദന കണ്ണു തുറന്നു. രുദ്ര അവിടെ കട്ടിലിനടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കൈകളിൽ പൊള്ളലേറ്റ പാടുകൾ. സർ, സാറിന് പൊള്ളലേറ്റ്? നന്ദന കരഞ്ഞു. രുദ്ര അവിടെ കൈ മുറുക്കെ പിടിച്ചു. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ഇനി ഒരാൾ നിന്നെ തൊടില്ല നന്ദന. I love you so much. ആദ്യമായ ആ വാക്കുകൾ രുദ്രയുടെ നാവിൽ നിന്ന് വീണു. 5 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ആ നീലക്കണ്ണുകളിൽ പ്രണയം തുളുമ്പി നിന്നു. പക്ഷെ അവരുടെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ഹോസ്പിറ്റലിന് പുറത്ത് വലിയൊരു പോലീസ് സംഘം എത്തി. ഡോക്ടർ രുദ്ര, ലാബിൽ തീയിട്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണെന്നൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ട്. മായയുടെ അച്ഛന്റെ അടുത്ത കെണിയായിരുന്നു അത്. നന്ദനയുടെ ജീവൻ അപകടത്തിലാക്കി രുദ്രയെ കൊടുക്കാനുള്ള ശ്രമം. ഹോസ്പിറ്റൽ പരിസരം പോലീസിനെ കൊണ്ട് നിറഞ്ഞു. ലാബിലെ തീപിടുത്ത രുദ്ര ആസൂത്രണം ചെയ്താണെന്ന വ്യാജ ആരോപണം എല്ലാവരെയും ഞെട്ടിച്ചു. നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ ഓടിയ രുദ്രയെ തന്നെ അവർ കുറ്റവാളിയാക്കി മാറ്റിയിരിക്കുന്നു. സർ, ഇത് ചതിയാണ്. രുദ്ര സാറിനെ രക്ഷിക്കാനാണ് ലാബിലേക്ക് വന്ന് നന്ദന തളർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. എല്ലാം കോടതിയിൽ തെളിയിക്കാൻ ഡോക്ടർ. ഇപ്പൊ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയേ പറ്റൂ. പോലീസ് ഓഫീസർ കടുപ്പത്തിൽ പറഞ്ഞു. രുദ്ര ശാന്തനായിരുന്നു. അയാൾ നന്ദനയുടെ മുഖത്തേക്ക് നോക്കി. ആ നീലക്കണ്ണുകളിൽ പഴയ ദേഷ്യമായിരുന്നില്ല, മറിച്ച് അവളോടുള്ള വിശ്വാസമായിരുന്നു. നന്ദു, പേടിക്കണ്ട. സത്യം അധികാലം ഒളിച്ചു വെക്കാൻ കഴിയില്ല. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. രുദ്രയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അകലെ കാറിലിരുന്ന് മായ പരിഹാസത്തോടെ ചിരിക്കുന്ന നന്ദനെ കണ്ടു. ആ ചിരി നന്ദനയുടെ ഉള്ളിൽ ആ പഴയ ബോൾഡ് നന്ദനെ ഉണർത്തി. രുദ്ര ജയിലായതോടെ ഹോസ്പിറ്റൽ ഭരണം പണിക്കർ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ നന്ദന വെറുതെ ഇരുന്നില്ല. അവൾ തന്റെ അച്ഛനെയും സഹോദരനെയും വിളിച്ചു വരുത്തി. അച്ഛാ, രുദ്ര സാറിന് അവർ കുടുക്കിയതാ. ലാബിലെ CCTV ദൃശ്യങ്ങൾ ആരോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാബിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലൊരു ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഉണ്ട്, അതെനിക്ക് എടുക്കണം. രാത്രിയിൽ നന്ദന രഹസ്യമായി ഹോസ്പിറ്റലിൽ കിടന്നു. മായയുടെ ഗുണ്ടകൾ ഹോസ്പിറ്റലിൽ കാവലുണ്ടായിരുന്നു. നന്ദന തന്നെ മെഡിക്കൽ കോട്ട് ധരിച്ച് മുഖം മറച്ച് സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് ഉള്ളിൽ കിടന്നു.
അവൾ ലാബിന്റെ കരി പിടിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ തന്റെ കമ്പ്യൂട്ടർ തിരഞ്ഞു. ഭാഗ്യവശാൽ ഹാർഡ് ഡിസ്കിന് വലിയ കേടുപാടുകൾ പറ്റിയിരുന്നില്ല. അവൾ അത് വേർതിരിച്ചെടുത്ത് തന്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. ഡാറ്റ റിക്കവർ ചെയ്തപ്പോൾ നന്ദനെ കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ലാബിൽ തീയിട്ട രുദ്രയല്ല, മറിച്ച് മായയുടെ വിശ്വസ്തനായ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ്. അയാൾ ലാബിലെ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നു വിടുന്നതും തീപ്പെട്ടി ഉരസുന്നതും വ്യക്തമായ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, മായ ഫോണിലൂടെ നിർദ്ദേശം നൽകുന്ന ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇത് മതി നിങ്ങൾ എല്ലാവരെയും തകർക്കാൻ. നന്ദന പിറുവിറുത്തു. അടുത്ത ദിവസം കോടതിയിൽ രുദ്രയെ ഹാജരാക്കി. പണിക്കർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ രുദ്രയെ ക്രൂരമായി അപമാനിച്ചു. ഡോക്ടർ രുദ്രക്ക് വലിയ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സ്വന്തം അസിസ്റ്റന്റിനെ പോലും കൊല്ലാൻ അയാൾ മടിച്ചില്ല, വക്കീൽ വാദിച്ചു. ജഡ്ജി വിധി പറയാനൊരുങ്ങുമ്പോൾ നന്ദന കോടതി മുറിയിലേക്ക് ഓടിക്കയറി. യുവർ ഓണർ, എനിക്ക് തെളിവുകൾ ഹാജരാക്കാനുണ്ട്. നന്ദന ആ വീഡിയോ കോടതിയിൽ പ്രദർശിപ്പിച്ചു. മായയുടെ മുഖം വിളറി വെളുത്തു. കോടതിയിൽ വലിയ ബഹളമായി. പോലീസ് ഉടൻ തന്നെ മായയെ ആ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. രുദ്ര കുറ്റവിമുക്തനായി പുറത്തിറങ്ങി. കോടതിയുടെ പടികൾ വെച്ച് അയാൾ നന്ദനയെ നോക്കി. വെയിലേറ്റപ്പോൾ ആ നീലക്കണ്ണുകൾ കടൽ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ അടുത്തേക്ക് നടന്നു വന്നു. എല്ലാവരും നോക്കി നിൽക്കെ രുദ്ര നന്ദനയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നന്ദു, അന്ന് കോളേജിൽ വെച്ച് ഞാൻ തന്ന ആ തല്ലിന് നീ പകരം വീട്ടി ഇങ്ങനെയാണല്ലേ? രുദ്ര പതുക്കെ ചിരിച്ചു. അന്ന് തല്ലിയ സാരല്ലേ, ഇന്ന് എന്നെ തല ഞാൻ ആരെയും അനുവദിക്കില്ല. നന്ദന കുസൃതിയോടെ പറഞ്ഞു. രുദ്ര അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നീയാ. ഇത്രയും കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തിയപ്പോൾ അവർ കാത്തിരുന്ന മറ്റൊരു വാർത്തയായിരുന്നു. രുദ്രയുടെ അച്ഛന് പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നു. അച്ഛൻ അഡ്മിറ്റ് ചെയ്ത മുറിയിലേക്ക് ഓടിയെത്ത രുദ്ര കണ്ടത് അവിടെ മായയുടെ അച്ഛൻ പണിക്കർ ഇരിക്കുന്നതാണ്. അയാൾ തോക്കുമായി രുദ്രയുടെ അച്ഛന്റെ തലയ്ക്ക് നേരെ നിൽക്കുകയാണ്. രുദ്ര, എന്റെ മകള് നീ ജയിലാക്കിയല്ലേ, ഇനി നിന്റെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. പണിക്കർ അലറി. നന്ദനയും രുദ്രയും നിസ്സഹരായി നിന്നു. പണിക്കർ തോക്ക് രുദ്രയുടെ അച്ഛന്റെ തലയ്ക്ക് നേരെ പിടിച്ചിരിച്ചു. എന്നെയും എന്റെ മകളെയും നശിപ്പിച്ച നിനക്ക് നിന്റെ അച്ഛന്റെ മൃതദേഹം ഞാൻ സമ്മാനമായിട്ട് നൽകി രുദ്ര. രുദ്ര മുന്നോട്ടാഞ്ഞെങ്കിലും പണിക്കർ വിരൽ ട്രിഗറിലമർത്തി. നിൽക്കവിടെ! ഒരടി മുന്നോട്ട് വെച്ചാ നിന്റെ തന്ത തീരും. പെട്ടെന്ന് ഹോസ്പിറ്റൽ മുറിയുടെ വാതിൽ തകർക്കപ്പെട്ടു. കറുത്ത യൂണിഫോം ധരിച്ച കമാൻഡോകൾ മുറിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. പണിക്കർ ഞെട്ടിപ്പോയി. ആർക്കൊമ്പിലായി ഗാംഭീര്യത്തോടെ ഒരാൾ നടന്നു വന്നു. ഡിവൈഎസ്പി മാധവ് മേനോൻ, നന്ദനയുടെ അച്ഛൻ. തോക്ക് താഴെയിടൂ പണിക്കർ. മാധവ് മേനോന്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. അദ്ദേഹത്തിന് പിന്നാലെ ശാന്തതയോടെ എന്നാൽ തറപ്പിച്ചു നോക്കുന്ന കണ്ണുകളുമായി ഹൈക്കോടതി ജഡ്ജി ലക്ഷ്മി വർമ്മ കടന്നു വന്നു. നന്ദനയുടെ അമ്മ. വർഷങ്ങളായി വിവാഹമോചിതരായി പിരിഞ്ഞു താമസിച്ചിരുന്നവർ തന്റെ മകളുടെ പ്രണയത്തിനും ജീവൻ ആപത്തുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരേ കൂടെ കീഴിൽ ഒന്നിച്ചെത്തിയിരുന്നു. നന്ദു. ലക്ഷ്മി വർമ്മ നന്ദനയെ ചേർത്ത് പിടിച്ചു. തന്റെ മകളുടെ കണ്ണിലെ നീരും വിയർപ്പും കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളം പിടഞ്ഞു. പണിക്കർ വിക്കി. മാധവൻ, ഇത് നീ വിചാരിക്കുന്ന പോലെയല്ല. മിണ്ടരുത്! മാധവമേനോൻ ഗർജിച്ചു. എന്റെ മകളെ ഉപദ്രവിക്കാൻ നോക്കിയ നിനക്ക് ഇനി ഈ ലോകം കാണാൻ ജയിലിലെ അഴികൾക്കിടയിലൂടെ മാത്രമേ കഴിയൂ. നിന്റെ എല്ലാ ബിസിനസ് സാമ്രാജ്യവും ലക്ഷ്മി ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. കമാൻഡോകൾ പണിക്കരെ കീഴടക്കി തോക്ക് പിടിച്ചെടുത്ത് അയാളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ രുദ്ര സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. താൻ വെറും ഒരു സാധാരണ മെഡിക്കൽ വിദ്യാർത്ഥിനിയായി കണ്ടിരുന്ന നന്ദന ഇത്രയും വലിയൊരു അധികാര കുടുംബത്തിലെ അംഗമാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. രുദ്രയുടെ അച്ഛനെ ഡോക്ടർമാർ പരിശോധിച്ചു. അദ്ദേഹത്തിന് നില തൃപ്തികരമായിരുന്നു. മുറിക്ക് പുറത്ത് നന്ദനയുടെ അച്ഛനും അമ്മയും രുദ്രയെ നോക്കി നിന്നു. മാധവമേനോൻ രുദ്രയുടെ അടുത്തേക്ക് നടന്നു. ആ നീലക്കണ്ണുകളിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അപ്പൊ ഇതാണല്ലേ ആ രുദ്ര, എന്റെ മകൾ 5 വർഷമായിട്ട് സ്വപ്നം കാണുന്ന ആള്. രുദ്ര തലതാഴ്ത്തി. ക്ഷമിക്കണം സർ, ഞാൻ അവളോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ലക്ഷ്മി ഓർമ്മ പതുക്കെ പറഞ്ഞു. അവൾ കരയുമ്പോഴെല്ലാം ഞാൻ അവളുടെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ അവൾ നിന്നെ സ്നേഹിക്കുന്നതിലൂടെയാണ് തന്റെ സങ്കടങ്ങൾ മറന്നിരുന്നത്. ഇന്ന് നീ അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അത് മതി ഞങ്ങൾക്ക്. വിവാഹമോചിതരായ മാധവനും ലക്ഷ്മിയും പരസ്പരം നോക്കി. വർഷങ്ങൾക്ക് ശേഷം അവർക്കിടയിലെ മഞ്ഞുരുകുന്നത് നന്ദന സന്തോഷത്തോടെ കണ്ടു നിന്നു. നന്ദനയും രുദ്രയും ഹോസ്പിറ്റലിന്റെ ടെറസിൽ ഒറ്റയ്ക്ക് നിന്നു. ചന്ദ്രപ്രകാശത്തിൽ രുദ്രയുടെ നീലക്കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. നീ എന്താ എന്നോട് നിന്റെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും പറയാതിരുന്നു? രുദ്ര ചോദിച്ചു. നീ ഒരു ഡിവൈഎസ്പിയുടെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് കോളേജിൽ വെച്ച് നിന്നെ തന്നെ ഞാൻ പേടിക്കുമായിരുന്നു. അയാൾ തമാശയായി പറഞ്ഞു. നന്ദന ചിരിച്ചു. എനിക്ക് സാറിന് മുമ്പിൽ ഒരു ഡിവൈഎസ്പിയുടെ മകളാവണ്ടായിരുന്നു സാർ. വെറൊരു നന്ദനയായ മതിയായിരുന്നു. സാറിന് തല്ലും ചീത്തയില്ല, എനിക്ക് സാറിനുള്ള ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ. രുദ്ര അവിടെ കൈകൾ മുറുകെ പിടിച്ചു. ഇത്രയും കരുത്തരായ അച്ഛനും അമ്മയും ഉണ്ടായിട്ടും നീ എന്തിനാ അന്ന് ആ ലാബിൽ വെച്ച് പൊള്ളലേറ്റൊപ്പം മിണ്ടാതിരുന്ന്? അന്ന് പരാതിപ്പെട്ടിരുന്നെങ്കിൽ സാറിൻ്റെ അച്ഛൻ അന്ന് തന്നെ ജയിലടക്കായിരുന്നു. എനിക്ക് സാറിനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. രുദ്ര വികാരാധീനനായി അവളെ ചേർത്ത് പിടിച്ചു. നന്ദു, ഞാൻ തോറ്റുപോയി നിന്റെ ഈ വലിയ പ്രണയത്തിനു മുമ്പിൽ. ശരിക്കും ഞാൻ തോറ്റുപോയി.
അവർ സന്തോഷിച്ചിരിക്കുമ്പോൾ രുദ്രയുടെ ഫോൺ ശബ്ദിച്ചു. അതൊരു അജ്ഞാത സന്ദേശമായിരുന്നു. ജയിലിൽ കിടക്കുന്ന മായ അയച്ചതായിരുന്നു അത്. നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. പണിക്കർ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ നിഗൂഢതകൾ ഇനിയും പുറത്തു വരാനുണ്ട്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്ന ടൈം ബോംബാണ് ഞാൻ. രുദ്രയും നന്ദനയും പരസ്പരം നോക്കി. മായയുടെ പക ഇനിയും തീർന്നിട്ടില്ല. ഹോസ്പിറ്റൽ പരിസരത്ത് ഒരു കറുത്ത ആഡംബരക്കാർ വന്നു നിന്നു. അതിൽ നിന്ന് യൂണിഫോമിൽ ഇറങ്ങി വന്ന ഗാംഭീര്യമുള്ള ഒരു യുവാവായിരുന്നു ആകാശ് മേനോൻ. ഇന്റർനാഷണൽ എയർലൈൻസിലെ സീനിയർ പൈലറ്റ്, നന്ദനയുടെ ഏക സഹോദരൻ. നന്ദനയ്ക്ക് അവളുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും വലുത് അവളുടെ ഏട്ടനായിരുന്നു. അമ്മയും അച്ഛനും പിരിഞ്ഞപ്പോൾ നന്ദനയെ ഒരു മകളെ പോലെ വളർത്തിയത് ആകാശാണ്. അവളുടെ ലോകം അവനും, അവന്റെ ലോകം അവളുമായിരുന്നു. ആകാശ് നേരെ നടന്ന് ICUവിന് മുന്നിലേക്കായിരുന്നു. അവിടെ ഒരേ ബെഞ്ചിൽ തന്റെ അച്ഛനും അമ്മയും അടുത്തിരിക്കുന്ന കണ്ടതും ആകാശ് സ്തബ്ധനായി നിന്നുപോയി. വർഷങ്ങളായി പരസ്പരം മുഖം നോക്കാത്തവർ ഇന്ന് തന്റെ അനിയത്തിക്ക് വേണ്ടി ഒന്നിച്ചിരിക്കുന്നു. ഏട്ടാ, നന്ദന ഓടിച്ചെന്ന് ആകാശിനെ കെട്ടിപ്പിടിച്ചു. ആകാശ് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നീ ഓക്കെയല്ലേ നന്ദു? നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ? അവന്റെ സ്വരത്തിൽ അധികാരവും വാത്സല്യം ഒരുപോലെ ഉണ്ടായിരുന്നു. അവൻ രുദ്രയുടെ അടുത്തേക്ക് നടന്നു. ആകാശിന്റെ നോട്ടെ രുദ്രയുടെ നീലക്കണ്ണുകൾ തറഞ്ഞു നിന്നു. അപ്പൊ ഇതാണല്ലേ ആള്? നീ കോളേജിൽ പഠിക്കുമ്പോൾ രാത്രി കരഞ്ഞു വിളിച്ചിരുന്ന പേര് രുദ്ര എന്നാണെന്ന് എനിക്ക് അറിയായിരുന്നു നന്ദു. രുദ്ര അല്പം പതറി. സർ ഞാൻ എന്നെ സാറൊന്ന് വിളിക്കണ്ട, ആകാശം എന്ന് വിളിച്ചാൽ മതി. അവൻ രുദ്രയുടെ തോളിൽ കൈവച്ചു. എന്റെ അനിയത്തിയെ കരച്ചതിന് എനിക്ക് തന്നോട് ദേഷ്യമുണ്ട്. പക്ഷെ അവൾക്ക് ജീവിക്കാൻ നീ വേണമെന്ന് അവൾ വാശി പിടിക്കുമ്പോൾ എനിക്ക് തോറ്റുകൊടുക്കാൻ വയ്യ. അവൾ നീ പൊന്നുപോലെ നോക്കണം. അതിനിടെ മായ ജയിലിൽ വെച്ച് തന്റെ അവസാനത്തെ പ്ലാൻ നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. ആൾ ഹോസ്പിറ്റലിലെ ഓക്സിജൻ സപ്ലൈ യൂണിറ്റിൽ ഒരു വലിയ കൃത്രിമം കാണിച്ചു. അടുത്തൊരു മണിക്കൂറിൽ ഹോസ്പിറ്റലിലെ ഓക്സിജൻ നിലയ്ക്കുകയും അത് വലിയൊരു സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ അലാറം മുഴങ്ങി. രോഗികൾ പരിഭ്രാന്തരായി. എന്താ സംഭവിക്കുന്നത്? ആകാശ് ചോദിച്ചു. ഓക്സിജൻ പ്ലാന്റിൽ എന്തോ പ്രശ്നമുണ്ട്. അത് പൊട്ടിത്തെറിച്ചാ ഈ ഹോസ്പിറ്റൽ തന്നെ ഇല്ലാതാവും, രുദ്ര വിളിച്ചു പറഞ്ഞു. സമയം അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. സ്ഫോടനം ഒഴിവാക്കണമെങ്കിൽ പ്ലാന്റിലെ മെയിൻ വാൽവ് മാനുവലായിട്ട് ഓഫ് ചെയ്യണം. പക്ഷെ അവിടെ വിഷവാതകം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പോവാം, രുദ്ര പറഞ്ഞു. വേണ്ട, നിനക്ക് ആ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയില്ല. ആകാശ് മുന്നോട്ട് വന്നു. ഞാൻ വിമാനത്തിന്റെ എഞ്ചിനുകൾ കൈകാര്യം ചെയ്യുന്നവനാ, എനിക്കത് ചെയ്യാൻ കഴിയും. ഏട്ടാ വേണ്ട. നീ പേടിക്കണ നന്ദു, നിന്റെ ഏട്ടൻ നിനക്ക് വേണ്ടി തിരിച്ചു വരും, ആകാശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രയും ആകാശം ഒന്നിച്ച് പ്ലാന്റിലേക്ക് ഓടി. നന്ദന പ്രാർത്ഥനയോടെ അവിടെ നിന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട 2 പുരുഷന്മാരാണ് ഇപ്പോൾ മരണത്തിലേക്ക് നടന്നു പോകുന്നത്. അകത്ത് കനത്ത പുകയുണ്ടായിരുന്നു. ആകാശ് തന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാൽവ് തിരിച്ചറിയാൻ ശ്രമിച്ചു. രുദ്രാവിന് വെളിച്ചം കാണിച്ചു കൊടുത്തു. അവസാന നിമിഷം ടൈമർ 0-ലേക്ക് എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ആകാശ് ആ വാൽവ് പൂട്ടി. സ്ഫോടനം ഒഴിവായി. പക്ഷെ ആ വിഷവാതകം ശ്വസിച്ച് ആകാശ് തളർന്നു വീണു. രുദ്രാവിനെ ചുമലേറ്റ് പുറത്തെത്തിച്ചു. നന്ദന ഓടിച്ചെന്ന് ആകാശിന്റെ തല മടിയിൽ വെച്ചു. ഏട്ടാ കണ്ണുറക്കി ഏട്ടാ. ആകാശ് പതുക്കെ കണ്ണു തുറന്നു. അവൻ രുദ്രയുടെ കൈ പിടിച്ചു നന്ദനയുടെ കയ്യിൽ വെച്ചു. ഇന്നു മുതൽ ഇവൾ നിന്റെ ഉത്തരവാദിത്വ. ഒരു പൈലറ്റിന്റെ അനിയത്തിയാ. അവൾ ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ നീ അനുവദിക്കണം. രുദ്ര നന്ദനയെ നോക്കി. ആ നീലക്കണ്ണുകളിൽ ആദ്യമായ ആനന്ദക്കണ്ണീർ പൊടിഞ്ഞു. അച്ഛനും അമ്മയും ആകാശും രുദ്രയും നന്ദനയും എല്ലാവരും ഒന്നായി മാറി നിമിഷം. ആകാശിന്റെ ധീരതയിൽ ഹോസ്പിറ്റൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മായുടെയും പണിക്കരുടെയും എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു. നിയമത്തിനു മുമ്പിൽ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ആഴ്ചകൾക്ക് ശേഷം നന്ദനയുടെയും രുദ്രയുടെയും വിവാഹ ദിവസം എത്തിച്ചേർന്നു. കേരളം കണ്ട ഏറ്റവും വലിയ വിവാഹങ്ങളൊന്നായിരുന്നു അത്. DYSP മാധവ് മേനോന്റെയും ജഡ്ജി ലക്ഷ്മി വർമ്മയുടെയും മകളുടെ വിവാഹം. പക്ഷേ നന്ദനക്കാവൊന്നും പ്രധാനമായിരുന്നില്ല. തന്റെ സ്വപ്നങ്ങളിൽ വരാറുള്ള നീലക്കണ്ണുകളുടെ ഉടമയെ എന്നേക്കുമായി സ്വന്തമാക്കുന്ന നിമിഷമായിരുന്നു അവൾക്ക് പ്രധാനം. പട്ടുസാരിയെടുത്ത് സുന്ദരിയായി നന്ദന മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. അവളുടെ കയ്യിൽ പിടിച്ച ഏട്ടൻ ആകാശമുണ്ട്. ആകാശ് അവളെ രുദ്രയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സൂക്ഷിക്കണം ഡോക്ടറെ, എന്റെ ജീവനാ നിന്റെ കയ്യിൽ തരുന്നത്. ആകാശ് രുദ്രയുടെ കാതിൽ മന്ത്രിച്ചു. രുദ്ര പതുക്കെ ചിരിച്ചു. അയാൾ നന്ദനയുടെ കഴുത്തിൽ താലിയെട്ടി. അഗ്നിയെ സാക്ഷിയാക്കി അവർ ഒന്നായി. 5 വർഷം മുമ്പ് കോളേജ് വരാന്തയിൽ വെച്ച് രുദ്ര പുറത്താക്കിയ ആ പെൺകുട്ടി ഇന്ന് അയാളുടെ ജീവിതത്തിന്റെ അധിപതിയായി മാറി. ഇന്നവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ ഹോസ്പിറ്റലിന്റെ ബാൽക്കണിൽ നിൽക്കുകയായിരുന്നു രുദ്രൻ. പഴയ കർക്കശക്കാരനായ MD കൂടുതൽ ശാന്തനാണ്. കയ്യിലൊരു കാപ്പി കപ്പുമായി അയാൾ ആകാശത്തേക്ക് നോക്കി നിന്നു. അന്ന് തന്നെ അനിയത്തിക്ക് വേണ്ടി ആകാശ് പറഞ്ഞ വാക്കുകൾ അയാൾ ഓർത്തു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരാൾ വന്ന അയാളുടെ കണ്ണുകൾ പൊത്തി. ആ വിരലുകളിലെ സ്പർശനം രുദ്രൻ നന്നായിട്ട് അറിയാം. നന്ദു, നിനക്കിപ്പോഴും ഈ കുസൃതികൾ മാറിയില്ലേ? രുദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദനെ കൈകൾ മാറ്റി അയാളുടെ മുന്നിൽ വന്ന് നിന്നു. അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലെ സീനിയർ സർജനാണ്. പക്ഷേ രുദ്രന് മുമ്പിൽ അവൾ ഇന്നും ആ പഴയ 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. സാറിനെ മടുത്തോ? അവൾ പരിഭവത്തോടെ ചോദിച്ചു. മടുക്കാനാണോ? ഞാൻ 5 വർഷം നിനക്ക് വേണ്ടി കാത്തിരുന്നു. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. അവർ സംസാരിച്ചിരിക്കുമ്പോൾ താഴെ ഹോസ്പിറ്റൽ ഗാർഡനിൽ ഒരു പുതിയ ബാച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ വരുന്നവർ കണ്ടു. അതിലൊരു പെൺകുട്ടി തന്റെ പ്രൊഫസറോട് തർക്കിയെന്ന് കണ്ടപ്പോൾ നന്ദനയ്ക്ക് ചിരി വന്നു. നോക്കൂ രുദ്രേട്ടാ, അത് എന്നെ പോലെ തന്നെയുണ്ട്.
രുദ്രൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പക്ഷേ അവൾക്ക് എന്നെ നന്ദനയാവാൻ കഴിയില്ല. കാരണം നീ എൻ്റെ സ്വപ്നങ്ങളിൽ വന്ന് എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചവളാ. അന്ന് രാത്രി കുടുംബം മുഴുവൻ ഒന്നിച്ചിരുന്നു. DYSP മാധവമേനോനും ലക്ഷ്മിയും തങ്ങളുടെ പേരക്കുട്ടിയുമായി കളിക്കുന്നു. ആകാശ് തന്റെ പുതിയ ഫ്ലൈറ്റ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. രുദ്രൻ നന്ദനയുടെ കാതിൽ പതുക്കെ പറഞ്ഞു, നന്ദു, നീ അന്ന് ലാബിൽ വെച്ച് എൻ്റെ കയ്യിൽ തളർന്നു വീണപ്പോൾ ഞാൻ മരിച്ചു പോകുന്നു കരുതി. പക്ഷേ ഇന്ന് ഈ നിമിഷം നിന്റെ ശ്വാസം എൻ്റെ നെഞ്ചി തട്ടുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു പ്രണയത്തിന് മരണമില്ലെന്ന്. നന്ദന ആ നീലക്കണ്ണുകളിലേക്ക് നോക്കി. അന്ന് കോളേജ് വരാന്തിൽ കണ്ട അതേ ഗാംഭീര്യം. പക്ഷേ അതിൽ നിന്ന് അവൾക്ക് മാത്രമായുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നു. ചിലരെ കണ്ടെത്താൻ വൈകുന്നത് അവർ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്ന വെളിച്ചം അത്രമേൽ വലുതായതുകൊണ്ടാണ്. നീ എൻ്റെ വെളിച്ചമാണ്. നീണ്ട കാത്തിരിപ്പുകൾക്കും പെയ്തൊഴിഞ്ഞ കണ്ണീർ കണങ്ങൾക്കും ഒടുവിൽ വിധി നിന്നെ എനിക്ക് നൽകിയെങ്കിൽ അത് കാലം തോറ്റുപോയതല്ല, നമ്മുടെ പ്രണയം ജയിച്ചാണ് നന്ദന. മരണം വരെ നമ്മളിങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും.